ുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചങ്ങരംകുളം ടൗൺ പഴയതല്ല. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രീ നന്ദകുമാർ MLA ശരിയായ ഇടപെടലും ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ് നമ്മുടെ ചങ്ങരംകുളം ടൗൺ സൗന്ദര്യവൽക്കരണം എന്ന പദ്ധതി കൊണ്ടുവന്നത്. ആ പദ്ധതിയുടെ ഏറെക്കുറെ 60-65% പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം, അതിൻ്റെ പണികൾ തുടർന്ന് നടക്കേണ്ടതാണ്. ഇപ്പോഴുള്ള പ്രശ്നം ചങ്ങരംകുളത്ത് വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന സമയമൊന്നുമില്ല, ഏത് സമയത്തും വലിയ ട്രാഫിക് ജാം ഉള്ള രീതിയിലേക്ക് ഒരു വാഹനം ഇവിടെ വന്നു പോയാൽ അരമണിക്കൂർ 1 മണിക്കൂറും വേണം കടന്നു പോകാൻ. ചില ദിവസങ്ങൾ അതിലും കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പം അതിന് എതിരായിട്ടൊരു പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണം ടൗൺ സൗന്ദര്യവൽക്കരണം അശാസ്ത്രീയമാണ് എന്നുള്ളതാണ് അവരൊക്കെ പ്രചരിപ്പിക്കുന്നത്. അത് വേണ്ടത്ര കാര്യങ്ങൾ ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. ടൗൺ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് നടന്ന വികസനം ആർക്ക് പരിശോധിച്ചാലും അറിയാം. ചങ്ങരംകുളത്തൊന്ന് നടന്നു നോക്കുന്ന ആളുകൾക്കറിയാം. പണ്ടുള്ള ചങ്ങരംകുളം ടൗണിനേക്കാളും എത്രയോ വികസിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം കൃത്യമായി സർവേ നടത്തി PWD കൈവശമുള്ള ഭൂമി അതിർത്തി നിശ്ചയിച്ച് എല്ലാം കയ്യേറ്റങ്ങളും മറ്റൊക്കെ ഒഴിവാക്കി അത് PWDയുടെ പ്രോപ്പർട്ടിയുടെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ റോഡ് വീതി കൂടെ ഇത് ഇപ്പോൾ നമ്മൾ സബീന റോഡ് മുതൽ ഹൈവേ വരെയുള്ള ആ റോഡിലൂടെ നടന്നു പോകുന്ന എല്ലാവർക്കും അറിയാം. റോഡ് വല്ലാതെ വികസിച്ചിട്ടുണ്ട്, പാർക്കിംഗ് സൗകര്യം കൂടിയിട്ടുണ്ട്. ഈ ടൗൺ സൗന്ദര്യവൽക്കരണം വന്നതുകൊണ്ട് 1 ഇഞ്ച് പോലും റോഡ് ചുരുങ്ങിയിട്ടില്ല, റോഡ് വീതി കൂടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ പല ആളുകളും പറയുന്നത് ഫുട്പാത്ത് വന്നു, മറ്റത് വന്നു, അതെല്ലാം കൊണ്ട് റോഡ് ചുരുങ്ങിപ്പോയി. റോഡ് ചുരുങ്ങിപ്പോലല്ല യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. വസ്തുത മനസ്സിലാക്കാതെയാണ് അത്തരം പ്രചരണങ്ങൾ നടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കാലത്ത് നടപ്പാക്കിയ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടെ ചങ്ങരംകുളം ഇന്ന് കാണുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കൃത്യമായ ഫുട്പാത്തുകൾ വെച്ച് ഇപ്പോൾ ജനങ്ങൾ നടക്കുന്നതിന് കാൽനടക്കെ ആശ്രയിക്കുന്നത് ഇപ്പം നിർമ്മിച്ചിട്ടുള്ള ഫുട്പാത്ത് തന്നെയാണ്. ആ ഫുട്പാത്തിൽ ഇങ്ങനെ ആളുകൾക്ക് നടക്കാൻ കഴിയില്ല. പക്ഷെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് പരിശോധിച്ച് പരിഹരിക്കേണ്ട അധികാരികൾ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ള പ്രശ്നം. അതിലൊരു കാര്യം, MLA നന്ദകുമാർ ആയിരിക്കുന്ന സമയത്ത്, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്, കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ആലങ്കോടുള്ള സമയത്ത് ചങ്ങരംകുളം ടൗൺ ഒരു പഞ്ചായത്തിൻ്റെ അതിർത്തിയിലല്ല, ആലങ്കോട് നന്നമുക്കും ചേർന്ന അതാണ് ചങ്ങരംകുളം ടൗൺ. എപ്പോഴും എന്ത് വികസനവും ഏത് കാര്യവും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തി 2 പഞ്ചായത്തിലെയും രാഷ്ട്രീയ കക്ഷികളെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാവരെയും വിളിച്ചിരുത്തി, ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികൾ അടക്കമുള്ള വ്യാപാരികൾ എല്ലാവരും വിളിച്ചിരുത്തിക്കൊണ്ടാണ് എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ചങ്ങരംകുളത്ത് ഈ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് ആദ്യമായി സർവകക്ഷി യോഗം ചേർന്നാണ് ഇതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത്. അപ്പോൾ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പരിശോധിച്ചു പോകാം. പക്ഷേ ഇപ്പോൾ ആലങ്കോട് പഞ്ചായത്ത് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം നിലവിൽ ഉണ്ടായിരുന്ന ചങ്ങരംകുളത്തുണ്ടായിരുന്ന ട്രാഫിക് സംവിധാനത്തെ മാറ്റുന്ന രീതി വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഗതാഗതക്കുരുക്ക് വന്നിരിക്കുന്നത്. ആരോടുമായും ആലോചനയില്ലാതെ ഏകപക്ഷീയമായി ചില ആളുകളുടെ താല്പര്യപ്രകാരം നടപ്പാക്കിയ അശാസ്ത്രീയമായ വൺ വേ സംവിധാനം കൃത്യമായി മുൻപത്തെ പോലെ നിലനിന്നിരുന്നുവെങ്കിൽ ഈ ഗതാഗതക്കുരുക്ക് ചങ്ങരംകുളത്തുണ്ടാകുമായിരുന്നില്ല. അതില്ലാതാക്കുന്ന രീതിയിലാണ് പോയത്. എന്നാൽ അങ്ങനെ ഒരു പരിഷ്കാരത്തെ സംബന്ധിച്ച് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും ബന്ധപ്പെട്ട ആളുകളും ചർച്ച ചെയ്യുമ്പോൾ ആരെല്ലാം വിളിക്കണം? ഇവിടുത്തെ വ്യാപാരി സംഘടനകളെ വിളിക്കണം, രാഷ്ട്രീയ കക്ഷി ബന്ധപ്പെട്ട സർവകക്ഷി ആളുകളെ വിളിക്കണം, ഓട്ടോറിക്ഷ അതേപോലെ ടാക്സി അടക്കമുള്ള എല്ലാ തൊഴിലാളികളെയും ബന്ധപ്പെട്ട ആളുകളെ വിളിക്കണം. എല്ലാവരും കൂടെ ചർച്ച ചെയ്താണ് ഈ തീരുമാനം എടുത്തു പോകുന്നത്. അതൊന്നുമില്ലാതെ വളരെ ഏകപക്ഷീയമായി നടപ്പാക്കിയ ഈ തീരുമാനമാണ് ഇന്ന് ചങ്ങരംകുളം ടൗണിൻ്റെ ഈ ഗതാഗതക്കുരുക്കിന് കാരണമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് നിർദ്ദേശം, ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് CPIM. എല്ലാ ആളുകളുമായി ആലോചിക്കുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാവരും വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യുന്നതിനും മുൻകൈ എടുത്തിട്ടുള്ളതാണ്. MLA അടക്കമുള്ള ആളുകളെ കൊണ്ട് അത് വിളിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് CPIM ഇത് വ്യക്തമായി സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്ത് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ചങ്ങരംകുളത്ത് നിന്നുള്ള ഗതാഗതക്കുരുക്കിന് കാരണമായ നിലവിലുണ്ടായിരുന്ന വൺ വേ ട്രാഫിക് സംവിധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇനി അതിന് പരിഹാരം തന്നെ, അതിനൊരു ചെറിയ മാറ്റം വരുന്നുണ്ടെങ്കിൽ എന്താ, ചങ്ങരംകുളത്തെ കച്ചവടക്കാർ, ഓട്ടോറിക്ഷക്കാർ, അതുപോലെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ടൗണുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരെ സഹായിക്കുക എന്നുള്ള ആവശ്യമാണ്.
അവർ ആട്ടി ഓടിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ തന്നെ ഈ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതി വന്നപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ടാക്സിക്കാർ, മറ്റ് പിക്കപ്പ് വാനുകൾ ഇവർക്കൊക്കെ തന്നെ പകര സംവിധാനം ഇവിടുന്ന് ക്രമീകരണം വരുത്തുമ്പോൾ പകര സംവിധാനം ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ടായി. മനോഹരമായ ടാക്സി സ്റ്റാൻഡാണ് ഇപ്പോൾ ചാങ്ങനോട് തോന്നുന്നത്. ഓട്ടോറിക്ഷക്കാർക്കും അവർക്ക് പാർക്ക് ചെയ്യാനും ആളുകളെ കയറ്റി ഇറക്കി കൊണ്ടുപോകാനും കഴിയുന്ന രീതിയിലേക്കുള്ള ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും ചില കാര്യങ്ങൾക്ക് അവർക്ക് തർക്കമുണ്ട്. ആ തർക്കം പരിഹരിച്ചു പോകണം. അപ്പം നിലവിലുള്ള ചങ്ങനോളം ഹൈവേയിൽ നിന്ന് ടൗണിലേക്ക് വാഹനം കയറുന്നത് വൺ വേ ആക്കി മാറ്റിയിരുന്നു. അത് എടുത്തു കളഞ്ഞോടുകൂടെ എല്ലാ വാഹനവും ടൗണിലേക്ക് പ്രവേശിക്കുന്ന രീതി വന്നു. ആ രീതി വന്നപ്പോൾ എന്തായി, 4 ഭാഗത്തു നിന്നും ചങ്ങനോളം ടൗണിലേക്കുള്ള നരണിപ്പുഴ റോഡിൽ നിന്നും, നന്നമുക്ക് റോഡിൽ നിന്നും, കുന്നംകുളം റോഡിൽ നിന്നും, ചങ്ങനോളം ഹൈവേയിൽ നിന്നും, ബസ് സ്റ്റാൻഡിൽ നിന്നും എല്ലാം ഒരേ സമയം വാഹനം വന്ന് വലിയ രീതിയിലുള്ള തിരക്ക് വരികയാണ്, കൺജസ്റ്റ് ആവുകയാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. ഞങ്ങൾക്കൊരു നിർദ്ദേശം എന്നുള്ള നിലയ്ക്ക് സർവകക്ഷി യോഗം ചേരുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർ വിളിക്കട്ടെ. അതിനു മുമ്പ് പറയാനുള്ളത്, നിലവിലുണ്ടായിരുന്ന ചങ്ങനോളം ഹൈവേയിൽ നിന്ന് സെന്ററിലേക്ക് എല്ലാ വാഹനങ്ങളും പ്രവേശിക്കുന്നതിന് പകരം ഓട്ടോറിക്ഷയും മോട്ടോർ സൈക്കിളും മാത്രം കയറ്റി വിടുന്നൊരു സംവിധാനം വന്നാൽ തന്നെ ഒരു 75% ഇന്നത്തെ ഈ ട്രാഫിക് കുരുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. നിലവിലുള്ള വൺ വേ സംവിധാനം അതേപോലെ നിലനിർത്തി ചെറിയ പരിഷ്കാരം എന്ന രീതിയിൽ ഈ ഓട്ടോറിക്ഷയും മോട്ടോർ ബൈക്കും ചങ്ങനോളം ഹൈവേ ജംഗ്ഷനിൽ നിന്ന് സെന്ററിലേക്ക് കടത്തിവിടുന്നതിലേക്ക് മാറണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തിരക്ക് കൂടാൻ പോവാണ്, ഓണക്കാലം വരാൻ വേണ്ടി പോവാണ്. ഓണക്കാലം വരുന്നതോടുകൂടെ വലിയ പ്രശ്നമല്ല. അതിനു മുമ്പുള്ള പ്രശ്നം എന്താ, ഈ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുമ്പോൾ അത് ഫോളോ അപ്പ് ചെയ്തു പോണ്ടേ. എന്താണ് ഇവിടെ നടക്കുന്നത്, ടൗണിൽ സംഭവിക്കുന്നത് എന്താണ്, ഒരു പരിശോധനയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ആർക്കും ചങ്ങനോളത്തെ സംബന്ധിച്ചോളം ബോധ്യപ്പെടുന്നതാണ്. സെന്റർ മുതൽ ചങ്ങനോളം ഹൈവേ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും നടപ്പാതയ്ക്ക് സമാന്തരമായി മോട്ടോർ ബൈക്കുകളും വാഹനങ്ങളും നിർത്തിയിട്ട് പോവുകയാണ്. അത് കടയിലേക്ക് വരുന്ന ആളുകളല്ല, ഷോപ്പിങ്ങിന് വരുന്ന ആളുകളല്ല. രാവിലെ വാഹനം നിർത്തി പാർക്ക് ചെയ്ത് വൈകുന്നേരങ്ങളിലാണ് അത് എടുത്തുകൊണ്ട് പോകുന്നത്. അത് പരിശോധിക്കണ്ടേ. അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് അവർ കൃത്യത വരുത്തണ്ടേ. ഏത് റോഡിലും അനധികൃതമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് 1-2 വാണിംഗ് കൊടുത്ത് അത്തരം സംഭവം പിന്നെ ആവർത്തിക്കാതിരിക്കാൻ മുന്നറിയിപ്പ് കൊടുക്കുന്ന രീതിയോ അല്ലെങ്കിൽ പിഴ ചുമത്തുകയോ ചെയ്യണം. അപ്പോൾ പ്രധാനമായും ചങ്ങനോളം ടൗണിൽ ഉണ്ടായിട്ടുള്ള ഗതാഗത കുരുക്ക് ഈ ട്രാഫിക് പരിഷ്കാരം ആരോടും ആലോചിക്കാതെ ഏകപക്ഷീയമായി പഞ്ചായത്ത് അധികൃതർ വിളിച്ചു ചേർത്ത് ഒരു കൂടിയാലോചന അല്ലാതെ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഗതാഗത കുരുക്കുണ്ടാക്കിയിരിക്കുന്നത്. അത് പരിഹരിക്കാൻ കൃത്യമായ ഫോളോ അപ്പ് നടത്തി അനധികൃതമായിട്ടുള്ള പാർക്കിങ്ങും മറ്റും എല്ലാം പരിശോധിച്ച് ഒരു കൃത്യത വരുത്തുന്ന രീതിയിലേക്ക് പോകണമെന്നാണ് CPM-ന് ആവശ്യപ്പെടാനുള്ളത്. അതിന് പോലീസും PWD ഉദ്യോഗസ്ഥരും മറ്റ് ട്രാഫിക് കമ്മിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകളും റെഗുലേറ്ററി കമ്മിറ്റിയുടെ ബാക്കി ബന്ധപ്പെട്ട ആളുകളും ചങ്ങനോളത്തെ വ്യാപാരി വ്യവസായി സംഘടനകളും ഓട്ടോറിക്ഷ, ടാക്സി അടക്കമുള്ള തൊഴിലാളി സംഘടനകളെയും സർവകക്ഷിയിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെയും ടൗൺ വികസനത്തിന് ബന്ധപ്പെട്ട എല്ലാ സംവിധാനത്തിനും പിന്തുണ നൽകിയിരുന്ന നേതൃത്വം നൽകിയിരുന്ന ആളുകളുമെല്ലാം എല്ലാവരെയും വിളിച്ചിരുത്തി അത് പരിഹരിക്കണം, എങ്കിലും ചർച്ച ചെയ്യണം, എങ്കിലേ അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശമായിട്ട് വയ്ക്കാനുള്ളത്.